ഈ സ്നേഹത്തിന് അച്ചാറിടാൻ പറ്റുമോ? എന്നാ പറ്റും. ദാ നമ്മുടെ വീട്ടിലേക്ക് സ്നേഹം അച്ചാറും പാക്കറ്റുകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന ഒരു ചേച്ചി ഒരുപാട് നാളായിട്ട് ഒരുപാട് സ്നേഹത്തോടെ എന്നോട് ചോദിക്കുന്നതാണ്, ശ്രീ ഞാൻ കുറച്ച് അച്ചാറുകൾ ദാ ശ്രീക്ക് അയച്ചു തരാം, ഇതൊന്ന് ശ്രീയുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോന്ന്. വാഴപ്പിണ്ടി, നെല്ലിക്ക, മാങ്ങ, ചെമ്മീൻ, മീൻ, അങ്ങനെ എല്ലാവിധ അച്ചാറുകളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രുചിയോടുകൂടെ ചേച്ചി നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അച്ചാർ ഏത് അളവിൽ വേണമെന്ന് ആളോട് പറഞ്ഞാൽ മതി, സംഭവം വീട്ടിലെത്തും. ആ ഇരിക്കുന്ന വടുകപ്പുളി എൻ്റെ സ്റ്റൈലിൽ ഒരു അച്ചാറും ബീഫ് റോസ്റ്റാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല കുഞ്ഞുള്ളിയും നന്നായിട്ട് ചോപ്പർ കൂട്ടനിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കറിവേപ്പിൻ്റെ ഇലയും പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉപ്പും മുളകിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബീഫ് റോസ്റ്റ് റെഡിയായി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വടുകപ്പുളി ഒന്ന് അച്ചാറിട്ടാലോ? ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താ നീ മനസ്സിലായ? ബബ്ലൂസ് നാരങ്ങ. അതെവിടെ കിട്ടാ? അതാര് തന്നെ? ഇത് മുറിക്കുന്ന വരെ ആളുടെ വിചാരം ഇത് ബബ്ലൂസ് നാരങ്ങ ആയിരുന്നു എന്നായിരുന്നു. നമ്മുടെ കമ്പിളി നാരങ്ങ ഉണ്ടല്ലോ അത്. അങ്ങനെ നമ്മൾ മുറിച്ചു ഒരു കുരു പോലും പെടാതെ ഇതിനെ കുനുകുന അരിഞ്ഞെടുത്തപ്പോഴാണ് പുള്ളിക്കാരന് കത്തിയത് ഇത് നമ്മുടെ കറി നാരങ്ങയാണെന്നുള്ള കാര്യം. അങ്ങനെ അതിലേക്ക് ധാരാളം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നല്ല നാടൻ പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടൂ കേട്ടോ. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് എപ്പോഴും നാടൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ. നമുക്കൊരു 3-4 ദിവസമൊക്കെ അച്ചാർ നിൽക്കാറുള്ളൂ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളും കുറച്ച് കായും അതോടൊപ്പം തന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക. എന്നിട്ട് നമ്മുടെ ഉലുവര പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. എന്നിട്ട് ഇതായി നാരങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കിയ സംഭവം സെറ്റ്. കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടാ. സൂപ്പർ അല്ലെങ്കിൽ അടിപൊളിയാണ് ശരിക്കും.